ഹലോ എവരിവൻ, ഓത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴംപൊരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന കൂട്ടുള്ള സെയിം അതുപോലെ നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തെങ്കിൽ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 1 kg ഏത്തക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തക്ക നോക്കി എടുക്കണേ, അപ്പോഴേ പഴംപൊരിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടത്തേ ഉള്ളൂ. ഈ പഴംപൊരിയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തൊക്കെ നമ്മൾ മേടിക്കത്തില്ലേ, നീളനായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് മുറിക്കണം. അതുപോലെ നമ്മൾ സ്ലൈസായിട്ട് കനം കുറച്ച് എത്രയും കനം കുറച്ച് നമുക്ക് മുറിക്കാൻ പറ്റുന്നു അത്രയും കനം കുറച്ച് മുറിക്കണം. അപ്പോഴേ നന്നായിട്ട് വെന്തും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എത്രയും ടേസ്റ്റ് നമുക്ക് കൂട്ടണം തോന്നും, നമുക്ക് എത്രയും ടേസ്റ്റ് നമുക്ക് വേണം തോന്നും അതനുസരിച്ച് നമുക്ക് സ്ലൈസ് 3 or 4 പീസ് ആക്കാം കേട്ടോ. വലുതാണെങ്കിൽ ഒരു 4 പീസ് വരെ ആക്കിയെടുക്കാം, ചെറുതാണെങ്കിൽ നമുക്കൊരു 3 പീസ് വരെ ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മേദ എടുക്കാം. മേദ നന്നായിട്ട് അടഞ്ഞെടുക്കണേ, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റോ കച്ചടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് 2 കപ്പ് ഞാൻ മേദ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് അടഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി ഇല്ലെങ്കിൽ റവയാണെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടി വറുത്തതോ വറുക്കാത്തോ ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് അതും കൂടെ അടഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നമുക്ക് എള്ള് ഇട്ട് കൊടുക്കാം, കറുത്ത എള്ള്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇച്ചിരി സ്വീറ്റായിട്ട് അധികമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഇച്ചിരി മധുരം ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അധികം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പാണെങ്കിൽ ഏത് മധുരമുള്ള സാധനം ഉണ്ടാക്കുവാണെങ്കിൽ അത് ഇച്ചിരി ഉപ്പ് ഇടുവാണെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെള്ളം എടുക്കുക. ഒരു മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെ വീഡിയോസ് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ എന്തൊക്കെയാണ് വീഡിയോസ് പുതിയ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ ബാറ്ററൊക്കെ അതേ മീഡിയം തിക്ക് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. റെസ്റ്റ് വരുമ്പോഴത്തേക്ക് പാകത്തിനായി കിട്ടും. കണ്ട ഇപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുക. ഇതുപോലെ തന്നെ വേണം ബാറ്റർ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇത്ര ബാറ്ററൊക്കെ ഒലിച്ച് പോയി കഴിയുമ്പോൾ പിന്നെ കഴിക്കാൻ ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി തിക്കായിട്ട് ബാറ്റർ വെച്ചേക്കുന്നത്. ഒരു സൈഡിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഈ പഴമൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ലൈസ് നമ്മൾ ബാറ്റർ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കുക. നമ്മൾ വറുത്ത് കോരിയായി വരുന്ന കളറാകുമ്പോൾ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മളാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ വെച്ച് കൊടുക്കണം 1 മിനിറ്റത്തേക്ക്. എന്നിട്ട് നമുക്കാണെങ്കിൽ അത് വറുത്ത് കോരി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എത്ര എക്സ്ട്രാ ഓയിലുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് പോയി കിട്ടും. ചിലപ്പോൾ ഒക്കെ പഴം പൊരിക്കത്തിങ്ങനെ ഭയങ്കര എണ്ണ കുടിച്ച കൂട്ട് നമുക്ക് തോന്നത്തില്ലേ, ഓയിലി ആയിട്ട്. അപ്പോൾ അതുപോലൊന്നും തോന്നത്തില്ല. അപ്പോൾ അതുപോലൊന്നും തോന്നാതിരിക്കാൻ നമ്മളങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതായത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കെയർഫുള്ളി വേണം മറിച്ചിടാനായിട്ട്. എണ്ണയൊന്നും ദേഹത്ത് തെറിക്കാതെ സൂക്ഷിച്ച് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് അതേ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്ട്രാ ഓയിലെല്ലാം പോയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കാണെങ്കിൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.